ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിന് നല്ല അടിയൊക്കെ കിട്ടിയിട്ട് ശരീരം മൊത്തം വേദനയായിട്ടാണ് കേട്ടോ വിക്രം ഇങ്ങനെ കയറി വരുന്നത്. ഇത് കണ്ടിട്ട് കമലാമ്മയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. എന്റെ മോന് ഈ അവസ്ഥ വന്നല്ലോ, എനിക്കിത് കാണാൻ വയ്യ എന്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമലാമ്മ പൊട്ടിക്കരയാണ്. ഈ സമയം ശ്രീജ വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കാതിരിക്കുക, അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, വിക്രമിന് ഇപ്പോ 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ശരിയായിക്കൊള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയം കമലാമ്മ പെട്ടെന്ന് പോയിട്ട് കിഴി കുത്താനായിട്ട് ഇങ്ങനെ ചൂടുവെള്ളം ഒക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാനായിട്ട് വിക്രമിന് പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മേ മാറ്, ഞാൻ ഇച്ചിരി നേരം കിഴി കുത്താന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ മാറി അവിടെ ഇരിക്കുകയാണ്. വേദ കിഴി കുത്തുന്നൊന്നും വിക്രം അറിയുന്നില്ല. വിക്രം ഇങ്ങനെ കിടക്കുകയാണ്. ഈ സമയം വിക്രം പറയുന്നുണ്ട്, അമ്മേ ഇപ്പൊ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, അങ്ങനെ തന്നെ പിടിച്ചാൽ മതി എന്നിങ്ങനെ പറയാണ് കേട്ടോ. കമലാമ്മയാണെങ്കിൽ ഇതൊന്നും അറിയാതെ തറയില് വിക്രമിന്റെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കമലാമ്മ പറയുന്നുണ്ട്, എന്റെ മോനെ നീ എന്നും ഇങ്ങനെ അടിയിടിയൊക്കെ ആയിട്ട് നടന്നാൽ എങ്ങനെയാ ശരിയാവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. വേദ പറയുന്നുണ്ട്, അമ്മേ ഈ കാര്യത്തില് വിക്രമിന്റെ ഭാഗത്തല്ല തെറ്റ്, ആ പോലീസുകാരന്റെ കയ്യിൽ തന്നെയാണ് തെറ്റെന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ വേദ ഇങ്ങനെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതറിഞ്ഞിട്ട് രാധ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. വിക്രമിന് പോലീസുകാരുടെ അടി കിട്ടിയെന്നൊക്കെ അറിഞ്ഞിട്ട് രാധ ഇങ്ങനെ ഓടി വരുമ്പോഴേക്കും ശ്രീജയാണ് മുറ്റത്ത് നിൽക്കുന്നത്. ശ്രീജടത്തി വിക്രം എന്ത് ചെയ്യുന്ന ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അതെ നീ ഇപ്പോ റൂമിലേക്ക് പോകണ്ട. അതെന്താ ശ്രീജേട്ടത്തി അങ്ങനെ പറഞ്ഞത്? അത് വേറൊന്നും കൊണ്ടല്ല, വേദയാണെങ്കിൽ വിക്രമിന് കിഴി കൊടുത്തുകൊണ്ടിരിക്കുക, അപ്പോഴേക്കും നീ അങ്ങോട്ടേക്ക് ഇപ്പൊ കയറി പോകണ്ട, അതല്ലേ നല്ലതെന്ന് ഇങ്ങനെ ശ്രീജ പറയാണ് കേട്ടോ. അല്ല ശ്രീജടത്തി, എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി, ഞാൻ വിക്രമിനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പോയിക്കോളാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, അതല്ല രാധേ, ഭാര്യ ഭർത്താക്കന്മാർ ഉള്ള റൂമിലേക്ക് പുറത്തുനിന്ന് പെട്ടെന്ന് ആരും കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞെന്നിങ്ങനെ പറയാണ് കേട്ടോ. രാധ വീണ്ടും അവിടെ നിന്ന് കെഞ്ചുകയാണ്, ഞാൻ അവരെ ശല്യം ഒന്നും ചെയ്യില്ല, ഞാൻ വിക്രമിനെ ഒന്ന് കണ്ടിട്ട് മാത്രം പോയിക്കോളാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. കമലാമ്മ അപ്പൊ പറയുന്നുണ്ട്, ഇങ്ങനെ എന്നാ കണ്ടോട്ടെ എന്ന രീതിയിൽ ഇങ്ങനെ തലയാട്ടി കാണിക്കുകയാണ്. അങ്ങനെ രാധയാണെങ്കിൽ ഓടി അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം വേദ ഇങ്ങനെ കിഴി കുത്തിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. ആ വേദനയൊക്കെ ആശ്വാസം കിട്ടുന്ന രീതിയിൽ വിക്രം നല്ല സുഖത്തിന് അങ്ങനെ കിടക്കാണ്. രാധ വന്ന് നിൽക്കുന്നത് വേദയും വിക്രമും ഒന്നും അറിയുന്നേ ഇല്ല കേട്ടോ. രാധയാണെങ്കിൽ ഓടി വന്നിട്ട് ഇങ്ങനെ വേദ കിഴി കുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രാധയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് കേട്ടോ. പിന്നീടായിട്ട് വേദനയൊക്കെ കുറഞ്ഞതിന് ശേഷം വിക്രം ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കമലാമ്മ പറയുന്നുണ്ട്, അയ്യോ മോൻ അവിടെ കിടന്നോളത്തില്ലായിരുന്നോ, അമ്മ അങ്ങോട്ട് വന്നേനേലോ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അമ്മേ നല്ല സുഖം ഉണ്ടായിരുന്നു, വേദനയ്ക്ക് നല്ല മാറ്റമുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് അതുകൊണ്ടാ ഇറങ്ങി വന്നതെന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ എനിക്ക് ഒരു ചൂട് ചായ വേണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, വിക്രം നീ ഇപ്പോ ചായ ഒന്നും കുടിക്കണ്ട, ദാ സൂപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സൂപ്പ് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. സൂപ്പ് കുടിച്ചിട്ട്, ഏട്ടത്തി മുമ്പ് ഇതുപോലെ ടേസ്റ്റിലുള്ള സൂപ്പ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, അത് വിക്രം വേദ പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഇങ്ങനെ ശ്രീജ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഏട്ടത്തി ഉണ്ടാക്കിയതല്ലേ, താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ആ സൂപ്പൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ കുറച്ചു സമയമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വിക്രം പതിവ് പോലെ തന്നെ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും വിക്രം അതൊന്നും കേൾക്കാതെ അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് രാധ വരുന്നുണ്ട് കേട്ടോ. രാധ വന്നിട്ട് വിക്രമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോ എന്നെയൊന്നും വേണ്ടല്ലേ? ഇത് കേട്ടിട്ട് വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രാധയോട് ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇവൾക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്ത് ഇവളെ ഇവിടെ നിന്നൊന്ന് പറഞ്ഞേക്ക് എന്നിങ്ങനെ കമലാമ്മയോടായിട്ട് പറയാണ് കേട്ടോ.
അങ്ങനെ രാധ പറയാൻ വന്ന കാര്യം എന്താണെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ രാധയുമായിട്ട് സംസാരിക്കാനോ താല്പര്യമില്ലാത്ത പോലെ നമ്മുടെ വിക്രം രാധയോട് പെരുമാറുന്നത്. ഇപ്പൊ നിനക്ക് എന്താടി വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്നെ വേണം എനിക്ക് തരുമെന്നിങ്ങനെ രാധ ചോദിക്കാണ് കേട്ടോ. നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് കേട്ടോ. നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോ. നീ ഇപ്പൊ എന്താ ചോദിക്കാൻ വേണ്ടി വരുന്നതെന്ന് നീ എന്താ എന്നിങ്ങനെ എനിക്കറിയാമെന്നിങ്ങനെ വിക്രം പറയാണ് കേട്ടോ. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എന്റെ ലൈഫിൽ പെണ്ണൊരുത്തി ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നീ അതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ടിപ്പോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അവളുടെ കൂടെ ഉത്സവത്തിന് പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, ഉല്ലാസയാത്ര പോകുന്നു, അവിടെ ഇവിടെയൊക്കെ ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ നീ കൈകോർത്ത് നാട് മുഴുവൻ ചുറ്റുവാണോ? അങ്ങനെ നീ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ വായി തോന്നൊന്നും വിളിച്ചു പറയരുതെന്നിങ്ങനെ വിക്രം പറയാണ് കേട്ടോ. ഞാൻ അവളുടെ കൂടെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ടെങ്കിലേ നിനക്കെന്താ പ്രശ്നം? ആരാ പറഞ്ഞത് ചുറ്റണ്ടെന്നുള്ള കാര്യം? ചുറ്റിക്കോ, നന്നായിട്ട് ചുറ്റിക്കോ, പക്ഷെ എനിക്ക് ഉത്തരം വേണം. നിന്റെ അടുത്ത് എത്ര തവണ ഞാൻ പറയണം? എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നീ സംസാരിക്കുന്നത് വരെ ഞാന് നിന്നെ വെറുതെ വിടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാധ ഇങ്ങനെ പുറകെ നടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതെ, വേദ എന്റെ ഭാര്യയാണ്. ഞാൻ കഴുത്തിൽ താലി കെട്ടിയ പെണ്ണ്. അതെ, ഞാൻ അവളുടെ കൂടെ കറങ്ങാൻ പോവോ, അമ്പലത്തിൽ കൊണ്ടുപോവോ, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. അത് ചോദിക്കാം നീ ആരാടിന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോ നീ എന്നെ കൈയൊഴിഞ്ഞു എന്ന് ചോദിച്ചിട്ട് രാധ ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്താണ് രാധയുടെ അമ്മ വന്നിട്ട് വിക്രമിനോട് അവളെ വേറെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാധയുടെ ഫ്രണ്ട് ജീന വന്ന് പറഞ്ഞല്ലോ, നീ ഒന്നെങ്കിൽ നീ വേദയെ സ്വീകരിക്കണം അല്ലെങ്കിൽ നീ രാധയെ സ്വീകരിക്കണം എന്നൊക്കെ. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിക്രം ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? നിനക്ക് എന്ത് തീരുമാനം അറിയേണ്ടത്? നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് 100 വട്ടം പറഞ്ഞിട്ടും നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. എന്നിട്ട് രാധ എപ്പോഴേക്കും വീണ്ടും അത് തന്നെയാ പറയുന്നത്, നിങ്ങൾക്ക് വേറൊരു ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവില്ല, അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോ അവളുടെ കൂടെ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് എന്തിനാ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെ നിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല, എനിക്ക് അവളെ തന്നെയാണ് ഇഷ്ടം. എന്താ ഇപ്പൊ മതിയോ? നിന്റെ പ്രശ്നം എന്താ? രാധ ചോദിക്കുമ്പോഴേക്കും നിനക്കെന്താ ചെവി കേൾക്കില്ലേ? അവളെയാണ് എനിക്കിഷ്ടം, അവളുടെ കൂടെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. ഇപ്പൊ മനസ്സിലായി നിനക്ക്? ഇത് കേൾക്കുന്ന രാധ ഇങ്ങനെ ആകെ തകർന്ന അവസ്ഥയിലാണ് കേട്ടോ. എന്റെ ചങ്ക് തകർന്നു പോയി. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, ആദ്യം ഇവിടെ നിന്ന് പോടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടി ഓടിക്കാണ് കേട്ടോ വിക്രം. അങ്ങനെ നീ ഒന്ന് പോയി പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല വിക്രം, ഞാൻ ഇപ്പൊ തന്നെ ചാവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാറിക്കൊണ്ട് ഓട്ടോയും എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. രാധ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും വിക്രമിന്റെ ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടാ പറ്റിയത്? നീ ഇങ്ങനെയൊന്നും പറയാത്തതാണല്ലോ. പാവമാണ് ആ പെണ്ണ്, അവൾക്ക് മനസ്സ് വല്ലാതെ നൊന്ത് കാണും. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരുടെയെങ്കിലും മനസ്സ് ഇതുവരെ നോവിച്ചിട്ടുണ്ടോ? എന്റെ അച്ഛന്റെയും അമ്മയുടെയും മനസ്സ് ഞാൻ നോവിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറ്റബോധം തന്നെ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ നേരിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പാപമാണ് എന്റെ മേൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ തെറ്റ് ചെയ്തു. ആ വേദയുടെ കഴുത്തിൽ ഒരു മഞ്ഞക്കയറ് കെട്ടിയത് തെറ്റ് തന്നെയാണ്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് കാരണം ഞാൻ എന്തോരം കഷ്ടപ്പെടണം, എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ എന്തൊക്കെ അനുഭവിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. അതെ, എന്റെ കാര്യം വീട്, അവള് വലിയ വീട്ടിലെ പെൺകുട്ടിയാണ്, അവൾ പഠിച്ചതാണ്, വലിയ ഇടത്തിലെ പെണ്ണുമാണ്, വെയില് പോലും കൊള്ളാതെ ജീവിക്കേണ്ടവളല്ലേ അവൾ. ഞാൻ ചെയ്ത തെറ്റിനാൽ എന്റെ വീട്ടിൽ വന്നിരുന്ന് കഷ്ടപ്പെടുകയാണ് അവൾ. ഇതൊക്കെ ആരുടെ പാപക്കണക്കിൽ വന്ന ചേരുക? ഇവിടെ ഒരുത്തിയാണെങ്കിൽ ഞാനില്ലാതെ എന്നെ ഓർത്ത് അവളുടെ ജീവിതം തുലയ്ക്കുന്നു. എന്നാ ഇതൊന്നും ഞാൻ ഇവരെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ഇവളോട് ചിരിച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? സ്നേഹത്തോടു കൂടി അവളുടെ അടുത്ത് ഞാനൊന്നും ചെന്ന് നിന്നിട്ട് പോലുമില്ല. എന്നിട്ടും പിന്നെ അവള് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേന്നൊക്കെ ഇങ്ങനെ വിക്രം ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറയാണ് കേട്ടോ.
എന്നിട്ട് വിക്രം പറയാണ്, രാധയെ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് അവൾക്ക് മനസ്സിലാകുന്നുമില്ല. ഇപ്പോ ഞാൻ കാരണം 2 പെൺകുട്ടികളുടെ ജീവിതം നശിക്കുകയല്ലേ. ഈ പാപം എല്ലാം കൂടി ഞാൻ എവിടെ കൊണ്ടാ കളയാൻ പോകുന്നത്? അവളോടാണെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞാൽ പോലും അവൾ അവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവളാണെങ്കിൽ എന്നെ വേണം എന്നും പറഞ്ഞ് നാട് മുഴുവൻ ചുറ്റുന്നു. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോ എന്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. രാധ അവളെ എന്നിൽ നിന്ന് അകറ്റണം. അവളുടെ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ അവൾ നല്ല രീതിയിൽ മറ്റൊരുവനെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നിങ്ങനെ കൂട്ടുകാരായിട്ട് വിക്രം പറയുകയാണ് കേട്ടോ. വിക്രം, നീ ഒരുപാട് നന്മയുള്ളവനാണെന്ന് ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാന് നല്ലവനാണെങ്കിലും ചീത്തവനാണെങ്കിലും ഞാനൊരു തീരുമാനം അതെടുത്തത് തന്നെയാണ്. അങ്ങനെ വിക്രം വേദയെ സ്വീകരിക്കുന്ന മട്ടിൽ അവരുടെ മുമ്പിൽ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രാധയെ ഒഴിവാക്കാനായിട്ട് വിക്രം പരമാവധി ശ്രമിക്കുകയാണ്. രാധയുടെ അമ്മയുടെ കണ്ണുനീര് കാണാൻ ഇനി വിക്രമിന് കഴിയില്ല എന്നിങ്ങനെ വിക്രം ആവർത്തിച്ച് പറയുകയാണ്. രാധയുടെ കൂടെ ഒരിക്കലും തനിക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച വിക്രം എങ്ങനെയെങ്കിലും ഇനി വേദയെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തനിക്ക് ആവണം എന്നൊക്കെ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.